ഹലോ, വെൽക്കം ടു സ്പൈസ് ജെനിക്സ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കശുവണ്ടി സീസൺ അല്ലേ? അപ്പോൾ നമുക്ക് പച്ച കശുവണ്ടി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു തീയൽ ഉണ്ടാക്കിയാലോ? നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ഈ പച്ച കശുവണ്ടി വെച്ചിട്ട് എങ്ങനെയാണ് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ കശുവണ്ടി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് എടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊരു ഗ്ലൗസ് എപ്പോഴും ഇടുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കറയുണ്ട്. ആ കറ നമ്മുടെ കയ്യിൽ പറ്റിയാൽ അവിടെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. പൊള്ളാനും ചിലർക്ക് അലർജി ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ഗ്ലൗസ് ഇടണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കത്തി വെച്ചിട്ട് ഈസി ആയിട്ട് പരിപ്പ് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ പരിപ്പ് ഇളക്കിയെടുത്തിട്ട് ഇത് നമുക്ക് ഒരു ബൗളിൽ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കത്തിയിലൊരു കറ കണ്ടില്ലേ? ഈ ഒരു കറ നമ്മുടെ കയ്യിൽ പറ്റിയാൽ അവിടെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് വേണം ഇത് കട്ട് ചെയ്യാനെന്ന്. ഞാനിപ്പോൾ ഈ പരിപ്പെല്ലാം ഒരു ബൗളിലെ വെള്ളത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് പുറത്തൊരു തൊലിയുണ്ട്, ഒരു കോട്ടിംഗ് ഉണ്ട്. ഈ ഒരു കോട്ടിങ് നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മൾ വെള്ളത്തിലിട്ടത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഇത് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ചിലതിൻ്റെ മാത്രമേ ഉള്ളൂ ചില ടൈമിൽ ഇതൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. എന്നാലും നമുക്കത് ഈസി ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്കിതിൻ്റെ എല്ലാം തൊലി ഇളക്കിയെടുക്കാം. ഇത് നമുക്ക് ഇതേപോലെ തൊലി കളഞ്ഞിട്ട് ഒരു ഫ്രീസർ സേഫ് ആയിട്ടുള്ള ഒരു ബൗളിൽ അല്ലെങ്കിൽ സിപ്ലോക്ക് ബാഗ് കവറിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രീസറിൽ ഒരു 6 months വരെ ഒരു കുഴപ്പമില്ലാതെ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്നിച്ച് കുറേ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ എടുത്തിട്ട് കറി വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നല്ല തീയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് തേങ്ങ തിരികിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ തിരികിയത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരുംജീരകവും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടാൻ പാടില്ല കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 7-8 കുരുമുളകും കൂടി, മുഴുവൻ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തേങ്ങ വറക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. അത് പെട്ടെന്ന് ബ്രൗൺ കളറാവും, പക്ഷേ അത് കരിഞ്ഞ് ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇതേപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാൻ പറയുന്നത്. ഇനി ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂടിൽ തന്നെ നമുക്കൊരു 1 മിനിറ്റ് ഈ പൊടികളും ഈ തേങ്ങയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ പൊടിയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ പറയുന്നത്. ആ ചൂട് മതി കേട്ടോ. ഇനി ഈ തേങ്ങയും ഈ മസാലയെല്ലാം തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അതായത് നമ്മൾ ആദ്യം വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാതെ ഇത് തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കണം. കാരണം നമ്മൾ ആദ്യമേ തന്നെ ഈ തേങ്ങ വറുത്തതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് അരഞ്ഞു വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വെള്ളമില്ലാതെ ഇതൊന്ന് പൊടിച്ചെടുക്കണമെന്ന് പറയുന്നത് ആദ്യം. നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയാൽ തന്നെ പൊടിഞ്ഞു കിട്ടും. ഇനി പൊടിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതാ ഞാൻ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ചൂട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ആയാലും മതി. വലിയ ഉള്ളി കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് വഴറ്റിയാലും മതി. പക്ഷേ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് കേട്ടോ. ചെറിയ ഉള്ളി ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ടിട്ട്
ഈ ഉള്ളി ഒന്ന് വെന്ത്, അതായത് ഒരു ട്രാൻസ്ലൂസൻ്റ് ഒരു കളർ ചേഞ്ച് ആവില്ലേ, ഒരു വെന്ത ഒരു പരുവാവുന്നത് വരെ നമുക്കിതൊന്ന് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് നമ്മുടെ പച്ച കശുവണ്ടി ഇട്ട് കൊടുക്കാം. നമ്മൾ തൊലി കളഞ്ഞ് വെച്ചില്ലേ, അതിട്ട് കൊടുത്തിട്ട് ഈ ഉള്ളിയുടെ കൂടെ ഒരു 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ച കോക്കനട്ട് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയും പേസ്റ്റും എല്ലാം കൂടി ഇനി ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴീ മസാലയുടെ ആ ടേസ്റ്റും ആ ഫ്ലേവറും ഒക്കെ നമ്മുടെ ഈ കശുവണ്ടിയിലും ഉള്ളിയിലും എല്ലാം നന്നായിട്ട് പിടിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒരു 1 മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ആ 2 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആ ഒരു മസാലയുടെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നില്ല, അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ ഈ കശുവണ്ടി ഒന്ന് വെന്ത് വരുന്നത് വരെ ഒരു 7-8 മിനിറ്റ് കൊണ്ട് കാഷ്യൂനട്ടൊക്കെ കുക്കാവും. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ കശുവണ്ടിയെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് പകുതി അടച്ചിട്ട് ഈ ഗ്രേവി ഒന്ന് തിക്കാവുന്നത് വരെ നമുക്കിതൊന്ന് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് ഇതിൻ്റെ പുറത്തൊക്കെ ആ ഓയിലൊന്ന് തെളിയുന്നത് വരെ, എണ്ണ തെളിയുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോഴേക്കും കണ്ടില്ലേ, ഈ ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്, അതിൻ്റെ പുറത്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ. നല്ല ടേസ്റ്റുമാണ് ഈ കറിക്ക്. അപ്പോൾ നമ്മുടെ പച്ച കശുവണ്ടി കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പച്ച കശുവണ്ടി കറി റെഡി ആയിട്ടുണ്ട്. അതായത് കശുവണ്ടി തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.